നമസ്കാരം. മലയാളത്തിലെ ഒരു മുൻനിര നായകൻ, അതും വർഷത്തിൽ 3-4 സിനിമകൾ അനായാസം റിലീസിനെത്തിച്ചിരുന്ന നായകൻ കരിയറിലെ ഒരു നിർണായക സമയത്ത് 2 ചിത്രങ്ങൾക്ക് വേണ്ടി ഇടവേള എടുക്കുന്നു. ആ ഇടവേള 4 വർഷമാകുന്നു. 11ഓളം സിനിമകൾ ആ ഇടവേളയിൽ വേണ്ടെന്ന് വെക്കുന്നു. അവസാനം 1390 ദിവസങ്ങൾക്ക് ശേഷം കരിയറിലെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള കഥാപാത്രത്തിന്റെ ചിത്രത്തിന്റെ 3ാം ഭാഗമായി തിയേറ്റർ റിലീസിലെത്തുകയാണ് ആ നടൻ. പറഞ്ഞു വരുന്നത് ജയസൂര്യയെ കുറിച്ചാണ്. ജയസൂര്യ എന്ന നടനിലും താരത്തിലും വലിയ പ്രതീക്ഷകൾ മലയാളികൾക്ക് എന്നുമുണ്ട്. മികച്ചൊരു എന്റർടൈനർ മാത്രമെന്നതിനപ്പുറം ഏതൊരു കഥാപാത്രത്തെയും അനായാസം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിൽ ജയസൂര്യ എന്ന നടൻ എപ്പോഴും ഒരു സ്റ്റാൻഡ് ഔട്ട് പരിവേഷമുണ്ട്. ആ പരിവേഷം ഒക്കെ തന്നെയായിരിക്കാം ഇത്രയും ഇടവേള എടുത്തിട്ടും ജയസൂര്യയുടെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കേണ്ടി വരുന്നത്. രണ്ടായിരത്തി 2002 ജയസൂര്യ നായകനായ ആദ്യ ചിത്രം എത്തുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ മിമിക്രി വേദികളിലൂടെ പല സിനിമകളും മുഖം കാണിച്ചിട്ടുണ്ടെന്ന് പറയാം. 2002 വിനയന്റെ ഊമപ്പെണ്ണിന് ഉരിയാട പയൻ എന്ന ചിത്രം തിയേറ്റർ റിലീസിനായി എത്തുന്നു. ആ വർഷത്തിൽ തന്നെ പ്രണയമണി തൂവൽ, കാട്ടുചെമ്പകം എന്നീ 2 ചിത്രങ്ങളാണ് റിലീസിനെത്തുന്നത്. എന്നാൽ കരിയറിലെ ആദ്യ ജനപ്രിയ ഒരു വേഷം ഉണ്ടാകുന്നത് 2003 കമലിന്റെ സ്വപ്നക്കൂടിലാണ്. ചിത്രം ഒരു മൾട്ടി സ്റ്റാറർ ആയിരുന്നെങ്കിലും വർഷങ്ങൾക്ക് ശേഷവും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള കഥാപാത്രവും ജയസൂര്യയുടെ അഷ്ടമൂർത്തി തന്നെയാണ്. അത്രയ്ക്ക് മികച്ച കൗണ്ടറുകളും വൺ ലൈനറുകളും ഒക്കെ സിനിമയിൽ ജയസൂര്യയുടെ ക്യാരക്ടറിന്റെ ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്നായി. അങ്ങനെ ജയസൂര്യ എന്ന പോപ്പുലർ ആക്ടറിന്റെ ജനനവും അവിടെ നിന്നാണ്. തൊട്ട് പിന്നാലെ എത്തിയ പുലിവാൽ കല്യാണവും ചതിക്കാത്ത ചന്തു എന്നീ 2 ചിത്രങ്ങളും ജയസൂര്യ എന്ന നടന് സ്റ്റാർഡം ഉണ്ടാക്കിയെന്ന് പറയാം. ആ സമയത്ത് തന്നെ നായകനായി 1ലധികം ചിത്രങ്ങൾ പുറത്തു വരികയും ചെയ്തു. മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ എന്നിവർക്കൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നതും ഈ ഒരു കാലയളവിലാണ്. റിപ്പീറ്റ് വാല്യുള്ള ഒട്ടനവധി ചിത്രങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ജയസൂര്യയുടേതായി പുറത്തിറങ്ങി. 2006 ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രം വരുന്നതോടുകൂടിയാണ് ജയസൂര്യ കരിയറിലെ മറ്റൊരു വേഷത്തിലേക്ക് ജയസൂര്യ എത്തുന്നത്. പ്രത്യക്ഷത്തിൽ അതൊരു ക്യാമ്പസ് ചിത്രമാണ്, കൾട്ട് ക്ലാസിക് സിനിമയാണ്, ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള മൾട്ടി സ്റ്റാറുകൾ ഒന്നുകൂടിയാണ്. മലയാളത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ക്യാമ്പസ് ചിത്രവും ക്ലാസ്മേറ്റ്സ് തന്നെ. അതിൽ സതീശൻ കഞ്ഞിക്കുഴി എന്ന കഥാപാത്രമായാണ് ജയസൂര്യ എത്തിയത്. കരിയറിൽ ആദ്യമായി നെഗറ്റീവ് ടച്ചുള്ള ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രമായാണ് ജയസൂര്യ എത്തിയത്. ചിത്രത്തിൽ സതീശൻ കഞ്ഞിക്കുഴിയെ അത്രത്തോളം ആരാധകർ സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല ജയസൂര്യക്ക് ഇതൊക്കെ വഴങ്ങുമെന്ന് പ്രേക്ഷകർക്ക് തോന്നി തുടങ്ങിയതും ആ സമയത്ത് നിന്നാണ്. അങ്ങനെ ഒരേ ഷെയ്ഡിലുള്ള നിരവധി കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് വില്ലൻ വേഷങ്ങളും ജയസൂര്യ കടക്കുന്നത്. കങ്കാരും ലോലിപോപ്പ് ഒക്കെ ആ സമയത്ത് വന്ന ജയസൂര്യയുടെ വില്ലൻ വേഷങ്ങൾ ഒന്നാണ്. ഈ സമയത്ത് തന്നെ ചോക്ലേറ്റ് സിനിമയിലെ മൾട്ടി സ്റ്റാറർ വേഷവും ഏറ്റവും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. മൾട്ടി സ്റ്റാറുകൾ ചില നടന്മാർ സൈഡായി പോകുന്നത് എപ്പോഴും കാണാറുണ്ട്. എന്നാൽ ജയസൂര്യ നായകനായി എത്തുന്ന അല്ലെങ്കിൽ ജയസൂര്യ ഭാഗമാകുന്ന മൾട്ടി സ്റ്റാറുകളിലൊക്കെ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് പരിവേഷം ജയസൂര്യയുടെ കഥാപാത്രം ഉണ്ടാകാറുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണം ആ കഥാപാത്രത്തെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു ജയസൂര്യ മാജിക് തന്നെയാണ്. എല്ലാ മൾട്ടി സ്റ്റാറുകൾ എടുത്തു നോക്കിയാലും ഒരു പ്രത്യേക ഇഷ്ടം ആ കഥാപാത്രങ്ങളോട് എപ്പോഴും ജയസൂര്യ എന്ന കഥാപാത്രങ്ങളോട് ആരാധകർക്ക് തോന്നാറുണ്ട്. അത് തന്നെയായിരിക്കാം ഒരു പക്ഷേ മൾട്ടി സ്റ്റാറുകൾ വേഷത്തിൽ പോലും ജയസൂര്യ എന്ന നടനെ ഏറ്റവും വേറിട്ട് നിർത്തുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള പല സിനിമകളുടെയും ഭാഗമാകുന്നു. എന്നാൽ ഒരു സമയത്ത് വളരെയധികം അഭിനയ പ്രാധാന്യമുള്ള ഫിസിക്കലി മെന്റലി ഒരുപാട് പ്രിപ്പറേഷൻസ് വേണ്ട കഥാപാത്രങ്ങളിലും ജയസൂര്യ ഭാഗമാകുന്നുണ്ട്. ആ ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങളിൽ വന്ന സിനിമയാണ് കോക്ടെയിലും ബ്യൂട്ടിഫുൾ ഒക്കെ. കോക്ടെയിലാണ് ആദ്യം ത്രൂ ആയിട്ട് ഏറ്റവും കോംപ്ലക്സ് ആയി ജയസൂര്യ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊന്ന്. സിനിമ ഒരു 3 പേര് ചുറ്റിപ്പറ്റി തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നെങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്തത് ജയസൂര്യ തന്നെയായിരുന്നു. തുടക്കം മുതൽ പിന്നീട് അങ്ങോട്ട് ഒരുപാട് പല കോംപ്ലക്സ് മൊമെന്റ്സിലും ജയസൂര്യയുടെ അഭിനയത്തിന് വലിയ രീതിയിലുള്ള കൈയിടിയ ചിത്രം നേടുകയും ചെയ്തിട്ടുണ്ട്. ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് ആ ഗ്രാഫ് എൻറ്റയർലി മാറുന്നുണ്ട്. ബ്യൂട്ടിഫുളിലെ വേഷം പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു വളരെ റിച്ച് മാൻ ആയിട്ടുള്ള ജയസൂര്യയുടെ കഥാപാത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. നമുക്കറിയാം ജയസൂര്യ അനുമേനൻ കോമ്പിനേഷൻ്റെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അതെന്ന് പറയേണ്ടി വരും. ഈ സമയത്ത് തന്നെ അപ്പോത്തിക്കിരി സംഭവിക്കുന്നു. ഫിസിക്കലി ഒരുപാട് ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു വേഷമായിരുന്നു. അതിലും വലിയ രീതിയിലുള്ള സ്വീകാര്യതയും കൈഡിയും ആ ചിത്രത്തിന് ലഭിക്കുന്നുണ്ട്.
2013 ആദ്യമായിട്ട് ജയസൂര്യ നിർമ്മാണത്തിലേക്ക് വരുന്നത്. ചിത്രം പുണ്യാള ഗർഭത്തീസ് ആണ്. ജയസൂര്യ എന്ന നടൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ഹിറ്റുകളിൽ ഒന്നുകൂടിയാണ് പുണ്യാള ഗർഭത്തീസ്. മാത്രമല്ല ഏറ്റവും ഫാൻ ബേസുള്ള കഥാപാത്രം ഷാജി പാപ്പനാണെങ്കിലും രണ്ടാമത് ആരെന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ജോയ് താക്കോൽക്കാരൻ ഉണ്ടാകും. 2 തവണയാണ് ജോയ് താക്കോൽക്കാരനായിട്ട് ജയസൂര്യ വീണ്ടും എത്തിയത്. ആ 2 ഭാഗവും സാമ്പത്തികമായിട്ടും വലിയ വിജയം നേടിയ 2 ഭാഗങ്ങളായിരുന്നു. 2015 എല്ലാവരും കാത്തിരുന്ന ആ മൊമെന്റ് സംഭവിക്കുന്നത്. സുധീവാത്മീകം എന്ന ചിത്രത്തിലൂടെ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ജയസൂര്യക്ക് നേടുന്നു. നാഷണൽ അവാർഡിന്റെ സ്പെഷ്യൽ മെൻഷൻ ആയിരുന്നെങ്കിൽ കേരള സ്റ്റേറ്റിന്റെ ഫിലിം അവാർഡ്സ് ആയിരുന്നു. ഒരു വിക്കിന്റെ ഏറ്റവും കോംപ്ലക്സ് മൊമെന്റ്സ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ജയസൂര്യ അനായാസം എത്തിക്കുകയുണ്ടായിരുന്നു. വിക്ക് ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ആ ഇമ്പാക്റ്റിൽ നിന്ന് അദ്ദേഹം എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ചുറ്റിനുമുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്നതെന്നൊക്കെയുള്ള പലതരത്തിലുള്ള വേർഷനുകളാണ് ആ ചിത്രത്തിലൂടെ മുന്നിലേക്ക് എത്തിച്ചത്. വലിയ രീതിയിലുള്ള ഫാൻ ബേസും ആ ചിത്രത്തിനുണ്ട്. ഇന്നും ഒരു ലൈറ്റർ വാച്ച് എന്ന നിലയ്ക്ക് പ്രേക്ഷകർ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് സുധീവാത്മീകം. ജയസൂര്യയുടെ ഏറ്റവും ജനപ്രിയ വേഷങ്ങളിൽ ഒന്നുകൂടിയാണ് സുധീവാത്മീകം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ ഒരു സമയത്തൊക്കെ പല റിസ്കുകളും ജയസൂര്യ എന്ന നടൻ എടുത്തിട്ടുണ്ട്. അതിലേറ്റവും വലിയ സോഫ്റ്റ് റിസ്കുകളിൽ ഒന്നായിരുന്നു ഫിലിപ്സ് എന്ന മങ്കിപ്പൻ. താരതമ്യേന വളരെ പ്രായം കുറഞ്ഞൊരു പുതിയ ഡയറക്ടർ ഒരു കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫാൻറ്റസി ചിത്രം എന്ന പോലെയുള്ളൊരു ചിത്രം, ആ ചിത്രത്തിൽ ജയസൂര്യ നായകനായി എത്തുന്നു. വലിയ രീതിയിലുള്ള സാമ്പത്തിക വിജയം ഫിലിപ്സ് എന്ന മങ്കിപ്പൻ നേടുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞൊരു 10-20 വർഷത്തെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നുകൂടെയാണ് ഫിലിപ്സ് എന്ന മങ്കിപ്പൻ എന്ന് പറയേണ്ടി വരും. ആ ഫാൻറ്റസി എലമെന്റ്സ് പോലുള്ള എക്സ് ഫാക്ടറുകളൊക്കെ ഭയങ്കരധികം മെർജ് ചെയ്തതൊക്കെ വലിയ രീതിയിലുള്ള ഇന്നും സെലിബ്രേറ്റ് ചെയ്യുന്ന ഘടകങ്ങളിലൊന്നാണ് ഫിലിപ്സ് എന്ന മങ്കിപ്പൻ. അങ്ങനെ കരിയർ ആൻഡ് മിക്സ് ആൻഡ് മാച്ചിൽ പോയി നിൽക്കുന്ന സമയത്താണ് ഇയോബിന്റെ പുസ്തകം സംഭവിക്കുന്നത്. നമുക്കറിയാം അതൊരു അമൽ നീരദ് സിനിമയാണ്. അമൽ നീരദിൽ ഏതൊരു ആർട്ടിസ്റ്റ് ഇന്നായാലും ഒരു സ്റ്റൈലിഷ് പരിവേഷം എല്ലാത്തിനും ഉണ്ട്. അതൊരു വില്ലൻ കഥാപാത്രമാണെങ്കിൽ നമുക്ക് പറയേ വേണ്ട, എക്സ്ട്രാ സ്റ്റൈലിഷ് ആയിരിക്കും എന്ന് പറയേണ്ടി വരും. അവിടെയാണ് ജയസൂര്യ എന്ന നടൻ്റെ ഏറ്റവും പീക്ക് കണ്ടതെന്ന് പറയാം. റാവുത്തർ എന്ന കഥാപാത്രത്തിൻ്റെ ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനിലെ സൈൻ ഓഫ് കാരണമാണ് ആ കഥാപാത്രത്തിന് യെസ് പറഞ്ഞതെന്ന് ജയസൂര്യ പിന്നീട് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ആ സീൻ തന്നെയാണ് ജയസൂര്യ എന്ന നടനെ എന്തുകൊണ്ട് ഇതിൽ ടൈലർ മെയ്ഡ് ആയിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം എന്ന് പറയേണ്ടി വരും. കാരണം ഇത്ര വർഷം കഴിഞ്ഞാലും ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്ന ജയസൂര്യ ക്യാരക്ടേഴ്സിൽ ഒന്നും കൂടിയാണ് ഇയോബിൻ്റെ പുസ്തകത്തിലെ ആ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം. മുമ്പും ജയസൂര്യ വില്ലനായിട്ട് പല ചിത്രങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും റാവുത്തർ എന്നത് ശരിക്കും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് വേഷങ്ങളൊന്നായി അവശേഷിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെയാണ് ജയസൂര്യ വലിയ രീതിയിലുള്ള സാമ്പത്തിക വിജയങ്ങളുടെയും ഭാഗമാകുന്നത്. 2015 ആട് സീരീസിൻ്റെ ആദ്യ ഭാഗം തിയേറ്ററിലേക്ക് എത്തുന്നത്. അതൊരു സാമ്പത്തികമായി വലിയ വിജയമായിരുന്നില്ലെങ്കിലും ക്യാരക്ടേഴ്സൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതുമാത്രമല്ല അതൊരു ടൊറന്റ് DVD ഹിറ്റായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. 2017 ആടിൻ്റെ 2ാം ഭാഗം തിയേറ്ററിലേക്ക് എത്തുന്നത്. 2015 തന്നെ അമർ അക്ബർ അന്തോണിയും ജിലേബിയും റിലീസിനെത്തുന്നു. 2016 പ്രേതം സിനിമയുടെ ആദ്യ ഭാഗം തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. 2017 ആട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുണ്യാളം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ചിത്രം വരുന്നുണ്ട്. ഇതെല്ലാം സാമ്പത്തിക വിജയമായ സിനിമയാണ്. അതോടൊപ്പം 2018 ഞാൻ മേരിക്കുട്ടിയും ക്യാപ്റ്റൻ എന്നീ കരിയറിലെ ഏറ്റവും ചലഞ്ചിങ്ങായ 2 വേഷങ്ങൾ ചെയ്യുന്നു. ആ 2 വേഷങ്ങൾ കൂടി തൊട്ടടുത്ത വർഷം സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ VP സത്യനെ അത്രയും മനോഹരമായാണ് ജയസൂര്യ എന്ന നടൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഫുട്ബോളിലെ വളരെയധികം സങ്കീർണമായിട്ടുള്ള ജേണി ഒരു സൈഡിലാണെങ്കിൽ VP സത്യൻ എന്ന ലെജൻഡിൻ്റെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളും അവിടെ ഉണ്ടാകുന്ന സകലമായ കാര്യങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അത്രയ്ക്കും അത്യുജ്വലമായിട്ട് ജയസൂര്യ എന്ന നടൻ ജനങ്ങൾക്ക് മുന്നിലേക്ക് അത് എത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് പോർഷൻസിലൊക്കെ ബോൾ വീർപ്പിക്കുന്ന ഒരു സീനുണ്ട്. ജയസൂര്യ എന്ന നടനെ ഏറ്റവും അടയാളപ്പെടുത്തുന്ന സീക്വൻസുകളിലൊന്നായിട്ട് അത് മാറുന്നുണ്ട്. ഞാൻ മേരിക്കുട്ടിക്കും സമാനമായിട്ടുള്ള ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനിലൂടെ അടക്കം ജയസൂര്യ കടന്നു പോകുന്നു. ട്രാൻസ് പീപ്പിളുടെ വലിയ രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ കൂടിയാണ്, ഒരു ഗുഡ് വെൽ റിട്ടൺ പ്രസൻറ്റേഷൻ കൂടിയാണ് ഞാൻ മേരിക്കുട്ടിയിലൂടെ ജയസൂര്യ എന്ന നടൻ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഈ 2 സിനിമയ്ക്കുമാണ് സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്നത്. പിന്നീട് 2019, 20, 21 വർഷങ്ങളൊക്കെ ജയസൂര്യയുടെ സിനിമകൾ തിയേറ്റർ റിലീസിലായും OTTയിലായി എത്തുന്നത്. കോവിഡ് അനന്തരം ഒരു ബ്രേക്ക് എടുക്കാതിരുന്ന വളരെ ചുരുക്കം നടന്മാരിൽ ഒരാൾ കൂടിയാണ് ജയസൂര്യ. 2020 OTT റിലീസായി എത്തിയ ആദ്യ മലയാള ചിത്രത്തിൻ്റെ നായകനാണ് ജയസൂര്യ. അതോടൊപ്പം കോവിഡ് അനന്തരം തിയേറ്റർ റിലീസിനെത്തിയ ആദ്യ മലയാള സിനിമയുടെ നായകനും ജയസൂര്യയാണ്. വെള്ളം തിയേറ്ററിൽ റിലീസായി സാമ്പത്തിക വിജയം നേടിയ സിനിമയാണ്.
അതോടൊപ്പം ആ കഥാപാത്രത്തിന് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ലഭിക്കുകയുണ്ടായിരുന്നു. തൊട്ടടുത്ത വർഷം ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. അവിടെയാണ് ജയസൂര്യ എന്ന നടൻ പിന്നീട് ഒരു ഇടവേള എടുക്കുന്നതും ആ ഇടവേള 4 വർഷമായി മാറുന്നത്. 11ഓളം ചിത്രങ്ങൾ ജയസൂര്യ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം കത്തനാറിനും ആടിനും വേണ്ടിയാണ്. കത്തനാർ ഈ വർഷം തന്നെ റിലീസിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല ഷൂട്ടിങ്ങുകൾ അവസാനിച്ച ശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ് ചിത്രം ഇപ്പോഴുള്ളത്. അതോടൊപ്പം ആട് റിലീസിന് എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. കാരണം അതിലൊരു ജോണർ ഷിഫ്റ്റ് അടക്കം സംഭവിക്കുന്നുണ്ട്. ജയസൂര്യ എന്ന നടനെ വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റുമെന്ന എക്സൈറ്റ്മെന്റ് ആരാധകർക്ക് എല്ലാവർക്കും ഉണ്ട്. മലയാളികൾക്ക് എന്നും ഇഷ്ടമുള്ള ഏറെ പ്രിയപ്പെട്ട നടനാണ് ജയസൂര്യ. ഒരുപാട് എന്റർടൈനർ സമ്മാനിച്ചിട്ടുള്ള നായകൻ കൂടിയാണ്. ആ നായകന്റെ ഏറ്റവും പീക്ക് എന്റർടൈനർ തന്നെയാണ് ആട്. ആ ആട് 3യിലാണ് എല്ലാ പ്രതീക്ഷയും ഉള്ളത്.